ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും, പക്ഷെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു കറിന്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ഇപ്പൊ ഞാൻ ഇരുന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം പൊട്ടുകയെന്നറിയില്ല, അതുപോലെ ഉണ്ട്. അത്രയ്ക്കും ടേസ്റ്റ് ഞാൻ ഉറപ്പ് പറയുന്ന ഒരു കറിയാണ്. ഒരു സിമ്പിൾ നാടൻ കടുക്ക മുളകിട്ടത്, അതായത് നമ്മുടെ കല്ലുമ്മക്കായ മുളകിട്ടത്, അതില് പച്ചക്കായോടെ ചേർത്തിട്ട്. അതേപോലെ ഇതിന്റെ കുറച്ച് മുമ്പ് ഒരു 2 മാസം മുമ്പ് ഞാൻ വേറൊരു കല്ലുമ്മക്കായ റെസിപ്പി ഇട്ടിരുന്നു, കല്ലുമ്മക്കായ റോസ്റ്റ്. അതെല്ലാരും ട്രൈ ചെയ്ത് വിചാരിക്കുന്നു. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. കൂട്ടോ കിട്ടുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് എല്ലാത്തിനും കൂടെ അടിപൊളി ടേസ്റ്റ് ആണ്. ഇത് ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒരിക്കലും ഫെയിൽ ആവില്ല. അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ അതാ നമ്മുടെ കല്ലുമ്മക്കായ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇതാ 1 കിലോ ഉണ്ട് കേട്ടോ. ഇത് തൊലി കളയാത്ത കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയതാണ്. നന്നായിട്ട് കഴുകിയെന്ന് വെച്ചാൽ ഇതിന്റെ പുറത്ത് ഒരുതി കഴുകിയിട്ടുണ്ട് ഈ തോലൊക്കെ. കാരണം എന്താ വെച്ചാല് ഇതിപ്പോ നമ്മള് ഒന്ന് തുറന്ന് നല്ലോണം പെട്ടെന്ന് തന്നെ ഉള്ളൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. കാരണം ഈ വെള്ളമാണ് പിന്നെ നമ്മൾ കറക്കി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഈ ഒരു പുല്ലും ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോക്കിയിട്ട് 2-3 പ്രാവശ്യം കഴുകി ഇതിന്റെ ഷെല്ലൊക്കെ കഴുകി വൃത്തിയാക്കണേ. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്ത് ഞാൻ ഇനി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പൊ നന്നായി തുറന്നിട്ട് ചൂട് തന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാ നല്ലോണം തിളച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ച് ഞാൻ തീ ഓഫ് ചെയ്ത് ഇതാ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇട്ടിട്ട് ഇതാ ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിത് നല്ലോണം തണുക്കാൻ വെക്കാം. കണ്ടോ, ഇതുപോലെ ഇത് കൊണ്ടേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഇളക്കി മാറ്റാൻ പറ്റും. എന്നിട്ട് ഈ സൈഡിൽ കണ്ടോ ഇതിന്റെ ചളി, ഇത് നമുക്ക് ഉള്ളിലാണേ ഒരു കത്തിയോ കത്രികയോ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കണേ. അപ്പൊ നല്ലോണം തണുത്ത് ഞാൻ ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ട് വരെ. ഇതാ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഇതിപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മൾ 1 കിലോ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു 300 ഗ്രാം അത്രേ കിട്ടുള്ളൂ കേട്ടോ. 3-1 കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനിപ്പോ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ലൊരു കട്ടിയുള്ള തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി കിട്ടും കേട്ടോ. മറ്റേ സാധാ ചെയ്യുന്നതിനേക്കും ഞാനൊരു കുക്കർ വെച്ച് തീ ഓൺ ചെയ്ത് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ. ചൂടാകുന്ന സമയത്ത് നമുക്കിതാ ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, മീഡിയം സൈസ് തന്നെ ചെറിയൊരു സവാള, നല്ല തിന്നായിട്ട് കട്ടി കുറഞ്ഞിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയന്ന് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതാ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 4 ചുള വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ചതാണ്. വലിയ ചുളാണേ, ചെറുതാണ്, ഒരു 5 എണ്ണമൊക്കെ എടുത്തോളൂ. പിന്നെ ഒരു 3 പച്ചമുളകും എരിവെള്ളം അതുകൂടെ ചേർത്തിട്ട് ഇതിന്റെ പച്ചമണം മാറുന്നവരെ ഈ ഉള്ളിന്റെ കൂടെ ഒന്നുകൂടി നമുക്ക് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ വെളുത്തുള്ളിയും എല്ലാം പച്ചമുളകും എല്ലാം വയന്ന് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തീ കുറയ്ക്കാം. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. ഇപ്പൊ ഇവിടെ ഇതാ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് നമ്മൾ എരിവുള്ള മുളക് പൊടി, നോർമൽ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ടു 1/4 ടീസ്പൂൺ വരെ കുരുമുളക് കുറച്ച് മതി കേട്ടോ. ഇതെല്ലാം കൂടി അതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തീ കുറയ്ക്കി വെക്കണേ, ഓഫാക്കിയാലും കുഴപ്പമില്ല. അല്ലാണ്ട് ഈ പൊടി നമ്മളെ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു കേട്ടോ. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഈ തക്കാളിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് വന്നിട്ടേക്കാം. അപ്പൊ തക്കാളി പെട്ടെന്ന് അങ്ങ് വയന്ന് കിട്ടും. ഇനി നമുക്ക് ഇതാ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് ഉടഞ്ഞ് ഈ ഒരു എണ്ണ തെളിഞ്ഞു വരും. ആ ഒരു സമയം വരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒന്ന് അടിച്ച് വെച്ചാൽ ഉപ്പിട്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇതിനോട് ചേർന്നോളൂ ഒടിഞ്ഞിട്ട്. ഇതാ നമ്മളെ തക്കാളിയൊക്കെ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലൂടെ ചേർന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മളെ നമ്മുടെ കല്ലുമ്മക്കായ കടുക്ക ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിരുന്നു, നേരത്തെ ചേർത്താൻ വിട്ടുപോയിട്ടോ. കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി ഏത് സമയത്ത് ചേർത്തിയാലും ഒരു കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. നമുക്ക് എപ്പം വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പച്ചക്കായ, ഇത് ഈ കറിക്ക് അടിപൊളി ഒരു ടേസ്റ്റ് കൊടുക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയും ഒരു ടേസ്റ്റ് ഈ പച്ചക്കായ ഇട്ടാൽ. പക്ഷെ ഇതിനൊരു കായ് മതി കേട്ടോ. ഇതാ ഞാനത് നന്നായി കഴുകി വെച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇതാ നമ്മളെ മസാലയും കല്ലുമ്മക്കായും പച്ചക്കായും എല്ലാം കൂടി ഒന്ന് ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ മാറ്റി വെച്ച വെള്ളം, ഈ കല്ലുമ്മക്കായ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി ഇത് നമ്മൾ ഉപ്പൊക്കെ നേരത്തെ ഇട്ടല്ലോ, തക്കാളി ചേർത്ത് പൂട്ടിട്ട് ഇനി നമ്മളിതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലടിക്ക് ഓഫ് ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. ഇതാ അപ്പൊ നമ്മൾ വിസിലൊക്കെ പോയി, നമുക്ക് കുക്കർ തുറക്കാം കേട്ടോ. കുറച്ച് ടൈമായി, ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട്. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ കറി കണ്ടോ. പച്ചക്കായ വെന്തൊടിഞ്ഞു പോകരുത് കേട്ടോ, ഒടിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് അല്ല ഇട്ടത്. ഞാനൊന്ന് വറവിട്ടെടുക്കേ. ഇനി ഇതാ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ തന്നെ ചെയ്യണം ഇത്, അപ്പം ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. എന്നിട്ട് എന്താ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇതാ ഞാൻ ഒരു 4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലുണ്ട്, കുറച്ച് മല്ലിയിലുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടെ ആദ്യം. ചെറിയുള്ളിയൊക്കെ ഒരു പകുതി വന്ന സമയത്ത് ഞാൻ കുറച്ച് കരിവേപ്പില, ഇതിൻ്റെ കൂടെ തന്നെ ഇത്തിരി മല്ലിയില എടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ചെറിയുള്ളി വരുന്ന മൂപ്പിച്ചെടുത്തേ. ഇതാ കണ്ടോ, നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്ന് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഒരു 1/4 ടീസ്പൂണ് നമ്മളെ ഗരം മസാല ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഡയറക്റ്റ് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെക്കണേ. ഒരു അരമണിക്കൂർ മൂടി വെച്ചിട്ട് ഞങ്ങൾ അറ്റ്ലീസ്റ്റ് തുറക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ കടക്ക കറി, അല്ലെ കടക്ക മുളകിട്ടത്, കല്ലുമ്മക്കായ മുളകിട്ടത് ഇവിടെ റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റ് ആണ്. കണ്ടോ, ഇങ്ങനെ കിട്ടൂല, നമ്മൾ ഡയറക്റ്റ് പാത്രത്തിൽ വെക്കുകയാണ്. അത് കണ്ടോ നല്ല കുറുകി കിടക്കുന്ന. ഇനി ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. പച്ചക്കായൊക്കെ ചേർത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. കണ്ടോ, ഞാനൊന്ന് അടിപൊളി കറിയാണ്. കണ്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.